Hello everyone, welcome to High Quiz Learning and our IGNOU BS Psychology exam marathon series. Marathon series in the 5th part we are കഴിഞ്ഞ 4 പാർട്ടുകളിലായിട്ട് 4 ഡിഫറെന്റ് ബ്ലോക്കുകളും ആ ബ്ലോക്കുകളിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിനു മുമ്പ് എന്താണ് മാരത്തോൺ സീരീസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എക്സാം മാരത്തോൺ സീരീസിൽ നമ്മൾ BA സൈക്കോളജിയിലെ എല്ലാ ബ്ലോക്കുകളും ഫസ്റ്റ് ഇയറിലുള്ള 2 സെമസ്റ്റേഴ്സിലായിട്ടുള്ള 4 പേപ്പേഴ്സിലെ എല്ലാ ബ്ലോക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ IGNOU BA സൈക്കോളജി എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ, എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഇറ്റ് വിൽ ബി എ റിയലി ഹെൽപ്ഫുൾ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ സീരീസ് ഫോർ യു ഗൈസ്. എനിവേ, സോ ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 5 ആണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ബ്ലോക്കാണ് ബ്ലോക്ക് 5. ബ്ലോക്ക് 5 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് മോട്ടിവേഷനാണ്, രണ്ടാമത്തത് ഇമോഷനാണ്. 2 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഒന്ന് മോട്ടിവേഷനെ കുറിച്ചാണ്. അഥവാ മോട്ടിവേഷൻ എന്താണ്, മോട്ടിവേഷൻ്റെ തിയറി എന്തൊക്കെയാണ്, നമ്മൾക്ക് പ്രധാനമായി നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രേരകങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ മോട്ടിവേഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മോട്ടിവേഷനെ കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇമോഷനാണ്. നമ്മളൊരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫിസിയോളജിക്കൽ റിയാക്ഷനാണോ ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ സൈക്കോളജിക്കൽ റിയാക്ഷൻ ആണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള തിയറീസ് നമ്മൾ ഇതിൽ പഠിക്കും. ഹ്യൂമൻ ഇമോഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ, സർപ്രൈസ് പോലെയുള്ള ഇമോഷൻസിനെ കുറിച്ച് പഠിക്കും. നമ്മളുടെ വികാരങ്ങളെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഈ ഒരു ബ്ലോക്ക് 5 രണ്ടാമത്തെ യൂണിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. എനിവേ, ഞാൻ ഇൻട്രൊഡക്ഷൻ അധികം നീട്ടിപ്പിക്കുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഹൗ ടു ക്രാഫ്റ്റ് ദ ആൻസർ ഫോർ ദം. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് എക്സ്പ്ലെയിൻ ആൻഡ് കമ്പയർ ജെയിംസ് ലാങ് ആൻഡ് കാനൻ ബാർഡ് തിയറീസ് ഓഫ് ഇമോഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള, ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഇതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. മോട്ടിവേഷൻ തിയറീസ്, ഒരുപാട് തിയറീസ് പഠിക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ് തിയറി ഉണ്ട്, ERG തിയറി ഉണ്ട്, അതുപോലെ തന്നെ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി ഉണ്ട്. അങ്ങനെ കുറേ മോട്ടിവേഷൻ തിയറിയെക്കുറിച്ച് നിങ്ങൾ യൂണിറ്റ് 8 പഠിക്കുന്നുണ്ട്. ലെസൺ 20 നമ്മൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം മാസ്ലോയുടെ തിയറി ഈ പറയുന്ന മോട്ടിവേഷൻ തിയറീസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. മാസ്ലോയുടെ തിയറി ആക്ച്വലി ഉണ്ടാക്കിയ അത്ര ഇമ്പാക്റ്റ് സൈക്കോളജി അടക്കമുള്ള ഫീൽഡുകളിൽ, ഞാൻ ഒന്നുകൂടെ പറയാം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ തിയറി ആയിട്ടും അതുപോലെ തന്നെ മറ്റ് പല ഫീൽഡുകളിലും, ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രസൻസ് ഉള്ള മറ്റ് പല ഫീൽഡുകളിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറി ആയിട്ടും കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സൈക്കോളജിയിൽ മാത്രമല്ല മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ വിത്ത് എക്സാമ്പിൾസ് എന്നാണ്. എക്സാമ്പിൾസുകളുടെ അകമ്പടിയോടുകൂടെ അല്ലെങ്കിൽ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, മാസ്ലോയുടെ മോട്ടിവേഷൻ തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റ് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് നിർബന്ധമാണ്. അതിൽ നിങ്ങൾക്ക് മോട്ടിവേഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എന്നതാണ് മോട്ടിവേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. SLMലുള്ള മോട്ടിവേഷൻ്റെ ഡെഫിനിഷനും ആവണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് എന്താണോ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായത് അത് അവിടെ എഴുതുക. എന്നിട്ട് മാസ്ലോയുടെ തിയറി മോട്ടിവേഷൻ തിയറീസിലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണെന്നും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഈ ആൻസറിൽ ഡിസ്കസ് ചെയ്യുമെന്നും എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എഴുതി കഴിയണം, എഴുതേണ്ടതുണ്ട്. പിന്നീടാണ് മെയിൻ ബോഡി പോയിന്റ്സിലേക്ക് പോകേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി, മാസ്ലോയുടെ തിയറി അറിയപ്പെടുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി എന്നാണ്. ആ ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇത് മാസ്ലോ ആണ്, എബ്രഹാം മാസ്ലോ ആണ് കൊണ്ടുവന്നതെന്നും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. അപ്പോൾ ആ തിയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് പ്രധാനമായിട്ടും 5 ബേസിക് നീഡുകളുണ്ടെന്നാണ്. അതിൽ ഒന്നാമത്തേതാണ് ഫിസിയോളജിക്കൽ നീഡ്, രണ്ടാമത്തേത് സേഫ്റ്റി നീഡാണ്, 3 ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡാണ്,
നാലാമത്തത് എസ്റ്റീം നീഡ്സ് ആണ്, അഞ്ചാമത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ വരുന്ന 5 ടൈപ്പ് ഓഫ് നീഡുകളാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ മോട്ടിവേഷനെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നതിനെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പ്രചോദിപ്പിക്കുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡറിലാണ് പോകുന്നത്. അതായത് ആദ്യത്തെ നീഡ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ, അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ നീഡിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ്. അപ്പം ഫിസിയോളജിക്കൽ നീഡ് കിട്ടിയ കംപ്ലീറ്റ് ആയ ആ നീഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സേഫ്റ്റി നീഡ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങനെയാണെന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നീഡ്സിൽ അദ്ദേഹം പറയുന്നത് നോക്കാം. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്. അതിലാണ് എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ് ആൻഡ് റീപ്രൊഡക്ഷൻ വരുന്നത്. അഥവാ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എയർ അഥവാ ഓക്സിജൻ, വായു എന്നുള്ളത്, ശുദ്ധമായ വായു. പിന്നെയാണ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ജലം, ഓക്കെ, കുടിവെള്ളം. ഫുഡ്, ഭക്ഷണം, ഷെൽട്ടർ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ അദ്ദേഹം പറയുന്നത്. പിന്നെയാണ് സേഫ്റ്റി നീഡ്സ് വരുന്നത്. പേഴ്സണൽ സെക്യൂരിറ്റി അഥവാ നമ്മളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റിൽ നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുക, സേഫായിട്ട് സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യുക. അതിൻ്റെ ഭാഗമാണ് ജോലി, എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. കൃത്യമായ റിസോഴ്സുകൾ, മണി ഉണ്ടാവുക എന്നുള്ളത്. ഒരുപാടല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവുക, സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ലൈക്ക് റിസോഴ്സുകൾ, വെൽത്ത് ഉണ്ടാവുക, ഹെൽത്ത് ഉണ്ടാവുക എന്നുള്ളതൊക്കെ സേഫ്റ്റി നീഡ്സിലാണ്. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡിലാണ് ഫ്രണ്ട്ഷിപ്പ്, മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, ആളുകളെ ലവ് ചെയ്യാനും ആൻഡ് ടു ബി ലവ്ഡ്. അതായത് അഫിലിയേഷൻ നീഡ് എന്നുള്ള ഒരു ലീഡ് ഇതിൽ വരുന്നുണ്ട്. അഫിലിയേഷൻ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്നാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആളുകളുടെ ഒരു നീഡ് ഇതിൽ വരുന്നുണ്ട്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡിൽ വരുന്നത്. അതിലാണ് ഫ്രണ്ട്ഷിപ്പ് വരുന്നത്, ഇൻറ്റിമസി വരുന്നത്, ഫാമിലി വരുന്നത്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഫീലിംഗ് വരുന്നത്. പിന്നെയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. എസ്റ്റീം നീഡ്സിലാണ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, അതുപോലെയുള്ള സ്റ്റാറ്റസ്, റെക്കഗ്നിഷനൊക്കെ വരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനം, നമുക്ക് ബഹുമാനം കിട്ടണം, നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടണം, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സെൽഫ് വേർത്ത് കൂടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ കോൺഫിഡൻസ് ഹെൽപ്പ് ചെയ്യുന്ന, കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എസ്റ്റീം നീഡ്സിൽ വരുന്നത്. പ്രധാനമായിട്ടും മറ്റുള്ള ആളുകൾ നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓർ ഈ ഹൈറാർക്കിയിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. മാസ്ലോ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ റെയർ ആയിട്ട് ആളുകൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാറുള്ളൂ എന്നുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കംപ്ലീറ്റ് കഴിവുകളും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് എസ്റ്റീം ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 5 നീഡുകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫെർദർ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ SLM നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എബ്രഹാം മാസ്ലോയുടെ തിയറിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയൻസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു തിയറിയെക്കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. എനിവേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ അത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ആൻഡ് കമ്പയർ ജെയിംസ് ലാങ് ആൻഡ് കാനൻ ബാർഡ് തിയറീസ് ഓഫ് ഇമോഷൻ എന്നുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനും കമ്പയർ ചെയ്യാനുമാണ്. എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ജെയിംസ് ലാങ് തിയറിയും കാനൻ ബാർഡിന്റെ തിയറിയും. രണ്ടും ഇമോഷന്റെ ബേസിക് ആയിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും എഴുതുകയും വേണം, അതിനു മുമ്പ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ആദ്യം ഒരു ഇൻട്രഡക്ഷൻ എഴുതുക, അതിൽ ഇമോഷനെ ഡിഫൈൻ ചെയ്യുക. ഇമോഷന് കുറേ തിയറീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് അത് 2 തിയറിയും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ജെയിംസ് ലാങ് തിയറി വില്യം ജെയിംസും കാൾ ലാങ്ങുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തിയറീസ് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഈ തിയറി പറയുന്നത് നമ്മളൊരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്തതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു സ്റ്റിമുലസിനെ വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. ആ ഫിസിയോളജിക്കൽ റെസ്പോൺസിന്റെ ബേസിലായിരിക്കും നമ്മൾ ഏത് ഇമോഷണൽ റെസ്പോൺസ് പ്രകടിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ നിങ്ങളൊരു പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡോഗിനെ പേടിയാണെന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിലേക്കൊരു ഡോഗ് വന്ന് ചാടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡോഗിനെ കാണുകയാണ്. അത് കാണുന്ന സമയത്ത് ആദ്യം നിങ്ങളെ ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെങ്കിൽ നിങ്ങൾ സ്വെറ്റ് ചെയ്യും, ഷിവർ ചെയ്യും. ആ ഷിവർ ചെയ്യുന്നതിൻ്റെയും സ്വെറ്റ് ചെയ്യുന്നതിൻ്റെയും ബേസിൽ നിങ്ങൾക്ക് അവിടെ ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, ആദ്യം നിങ്ങൾ ഡോഗ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസിനെ വിറ്റ്നസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആദ്യം ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. ഹാർട്ട് ബീറ്റ് കൂടുക, ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യുക, അഥവാ അല്ലെങ്കിൽ നിങ്ങൾ ഷിവർ ചെയ്യുക, വിറയ്ക്കുക, വിറയൽ,
പിന്നെ സ്വെറ്റിങ്, വിയർക്കുക, ഇതൊക്കെ എന്താണ്? ഫിസിയോളജിക്കൽ ആയ റെസ്പോൺസ് ആണ്. അപ്പോൾ ആദ്യം ഫിസിയോളജിക്കൽ റെസ്പോൺസുകളാണ് ഉണ്ടാവുന്നത്. അതിന്റെ ബേസിൽ മാത്രമാണ്, അതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇമോഷണൽ റെസ്പോൺസ്, ഭയം എന്ന് പറയുന്ന ഇമോഷണൽ റെസ്പോൺസ്, ഹാപ്പിനെസ്, സാഡ്നെസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇമോഷണൽ റെസ്പോൺസ് ആണ്. അങ്ങനെയുള്ള ഇമോഷണൽ റെസ്പോൺസുകൾ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ജെയിംസ് ലാങ് തിയറി പറയുന്നത്. ഇനി കാനൻ ബാഡ് തിയറിയിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. കാനൻ ബാഡ് തിയറി പറയുന്നത് നമ്മൾ ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്? ഇമോഷനും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഫിസിയോളജിക്കൽ ചേഞ്ചസും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അഥവാ നിങ്ങളൊരു ഇമോഷണൽ അറോസിങ് സ്റ്റിമുലസിനെ, നിങ്ങൾക്ക് ഏതെങ്കിലും വൈകാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിമുലസിനെ, ഒബ്ജക്റ്റിനെ പെർസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിലെ സബ് കോർട്ടിക്കൽ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുകയും അത് ആ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരേ സമയം എന്ത് ചെയ്യുന്നു? അതായത് പാരലായിട്ട് ഇമോഷണൽ എക്സ്പീരിയൻസും ഫിസിയോളജിക്കൽ ചേഞ്ചസും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പം അതേ എക്സാമ്പിൾ വെച്ചിട്ട് കാനൻ ബാഡ് തിയറി പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ? നമ്മൾ ഡോഗിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരേ സമയം നമുക്ക് ഹൃദയമിടിപ്പ് കൂടുകയും ഭയം നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കമ്പയർ ചെയ്യുമ്പോൾ എഴുതേണ്ടത്? കാനൻ ബാഡും ജെയിംസ് ലാങ് തിയറിയും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ കോർ ഐഡിയയിൽ തന്നെയാണ്. കാനൻ ബാഡ് തിയറി പറയുന്നത് നമ്മളുടെ കോൺഷ്യസ് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷനും ഫിസിയോളജിക്കൽ ചേഞ്ചസും ഒരേ സമയത്താണ് സംഭവിക്കുന്നത് എന്നും, ജെയിംസ് ലാങ് തിയറി പറയുന്നത് ആദ്യം ഫിസിയോളജിക്കൽ റെസ്പോൺസുകൾ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇമോഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിന്റെ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് തന്നെ ഇതിനെ കമ്പയർ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഈസി തിയറി ടു എക്സ്പ്ലെയിൻ. എനിവേ, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അടുത്ത പേപ്പറിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ്.